അങ്ങനെ നമ്മുടെ ആദർശാവട്ടെ കനകയുമായുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ദേവേനിനെ കാണാൻ വേണ്ടിയിട്ട് ഐസിയുടെ ഉള്ളിലേക്ക് കയറാണ്. ആദർശിന്റെ നാവിൽ നയനെ കുറിച്ചുള്ള വാക്കുകൾ വരുമ്പോൾ ദേവേനി പറയണ്, ഒന്നും മിണ്ടാതിരിക്കേ, ഏത് നേരം അവളുടെ പേര് മാത്രം നിന്റെ നാവിൽ വരുള്ളൂല്ലേ, ഇനി അവളുടെ പേര് പറയാനാണെങ്കിൽ നീ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴും ആദർശിനൊരു കുലുക്കൊന്നുമില്ല കേട്ടോ. ആദർശിന് മനസ്സിലായി എന്തായാലും കരൾ കൊടുത്തിരിക്കണത് നയനയാണല്ലോ, ഇനിയിപ്പോൾ നയനെ കുറ്റം പറഞ്ഞാലും നമ്മുടെ വായിന്ന് നല്ല വാക്കുകൾ കേൾക്കുന്നു. അപ്പോൾ ദേവേനി പറയണം, മോനെ എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടീനെ എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ ആദർശ് പറയണം, അമ്മ സർജറി ഇപ്പോൾ കഴിഞ്ഞല്ലേ, ഇപ്പം കാണാൻ എന്തായാലും പറ്റില്ല, അമ്മേനെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാൻ കേട്ടോ. എന്തായാലും ആ പെൺകുട്ടി ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണെന്ന് പറയുമ്പോൾ ആദർശ് പറയണ്, നയനയും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് അമ്മയെന്ന്. ഓ നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവാനിക്ക് ഇങ്ങനെ അരിച്ച് കയറുന്നുണ്ട് കേട്ടോ. അല്ല മോനെ, ആ പെൺകുട്ടി എന്താ ചെയ്യണത്, എവിടെയാണ് ജോലി? ആ പെൺകുട്ടി ഹൗസ് വൈഫാണമ്മേ. ഹസ്ബൻഡ് ഒരു ബിസിനസ് ചെയ്യാണ്. മോനെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ കാശൊക്കെ അത്യാവശ്യം വേണ്ടി വരില്ലേ, അവർക്ക് എന്തെങ്കിലും കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കും, നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ദേവേന ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, അവരൊക്കെ അത്യാവശ്യം സാമ്പത്തികമുള്ള ആളുകളാന്ന് പറയുന്നു. എന്താ മോനെ നീ പറഞ്ഞു, സാമ്പത്തികമുള്ള ആളുകളൊക്കെ എന്തിനാണ് നമ്മളെ ഇത്രയും മാത്രം സഹായിക്കേണ്ട ആവശ്യം, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത്? ഒന്നില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇതിനെ സമ്മതിക്കുമോ? ആ സമ്മതിച്ചമ്മേ. അങ്ങനെയും മനസാക്ഷിയുള്ള ആളുകളും മനസ്സിന് നന്മയുള്ള ആളുകളും ഉണ്ടെന്ന് ആദർശ് പറയുമ്പോൾ ദേവേനി പറയാണ്, എന്തായാലും മോളെപ്പോലെ തന്നെയാണ് ആ മോനും, മനസ്സിന് നന്മയുള്ളൊരു ആൾ തന്നെയാണ്, അങ്ങനെ പറയാൻ കേട്ടോ.